നമ്മളൊരു ചെറിയ കുട്ടിക്ക്, അതായത് 2 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിക്ക് ഒരു കുഞ്ഞു പാൻറ്റ് തയ്ക്കുവാണേ. നമ്മൾ 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വണ്ണം തയ്യൽ തുമ്പ് ഇൻക്ലൂഡ് ചെയ്ത്, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുകയാണ്. ഇനി ഒരു എക്സ്ട്രാ മുകളിലൊരു നമ്മളൊരു 2 ഇഞ്ചോളം ഇടുന്നുണ്ട്, കാരണം അത് മടക്കി അടിക്കാനുള്ളതാണ്. ഇനി അത് താഴേക്ക് നമ്മൾ ആ മടക്കി അടിച്ച് കഴിഞ്ഞുള്ള അളവാണ് താഴേക്കുള്ള ഇറക്കം ഉണ്ടോ. അത് നമ്മളൊരു 21 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് 1 ഇഞ്ച് മടക്കി അടിക്കണം അടിവശം, അതിനുള്ളതൂടെ ഇട്ടേക്കണം. എന്നിട്ട് നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് മടക്കാനുള്ള സ്ഥലത്തിന് 1 ഇഞ്ചും കൂടി അങ്ങിട്ടേക്കണം. ഇനി നമ്മൾ പടി മടക്കി അടിക്കുമ്പോൾ ഒരു 2 ഇഞ്ച് ഇറക്കിയിടണം. എന്നിട്ട് ആ 9 ഇഞ്ച് താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് നമ്മൾ ഇത് മധ്യത്തിലുള്ള ആ 9 ഇഞ്ച് ഒരു 2 ഇഞ്ച് കൂട്ടിയിടണം, കാരണം ആ സൈഡിൽ നമ്മൾ വളച്ച് വിട്ടുമല്ലേ, അതിന് വേണ്ടി. എന്നിട്ട് താഴേക്ക് നമ്മൾ ചെരിച്ച് ഒരു വര വരച്ച്, ആ ചോക്ക് കൊണ്ട് ഒരു വര വരച്ച് നമ്മൾ വെട്ടിയെടുക്കുവാണേ. നമ്മൾ സൈഡിൽ പോക്കറ്റ് വെക്കാൻ പോവാണേ. അപ്പോൾ പോക്കറ്റ് വെക്കാൻ മുകളിൽ നിന്ന് നമ്മളൊരു 2 ഇഞ്ച് താഴേക്ക് വെച്ചതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് ചെരിച്ച് താഴേക്ക് വെട്ടുക. അതിങ്ങനെ ഏകദേശം അത് നമുക്കൊരു പോക്കറ്റിന്, ഒരു കുഞ്ഞു കൊച്ചിന് പോക്കറ്റിന് കൈ കിടക്കത്തക്ക വിധത്തിൽ നമ്മൾ താഴേക്ക് അത് വെട്ടിയിട്ട് അവിടെ 2 ഇഞ്ച് ഒരു കൊത പോലെ വെക്കുക. എന്നിട്ട് തയ്ക്കാൻ നേരത്ത് ഞാൻ കാണിക്കാം അതെങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് പോക്കറ്റ്. എന്നിട്ട് നമ്മൾ പോക്കറ്റിന് വേണ്ടി ഒരു ചതുരത്തിൽ 2 പീസ് തുണിയും കൂടെ വെക്കുക. 2 സൈഡിലും പോക്കറ്റ് വെക്കുന്നത് കൊണ്ട് അത്രയും 2 സൈഡിലും വേണം. അത്രയും ഒരു സമചതുരത്തിൽ ഒരു ഇച്ചിരി തുണി തേണ്ടതാണ് പോക്കറ്റിന് വേണ്ടിയുള്ള ഒരു സൈഡ് നമ്മൾ വെച്ചു. എന്നിട്ട് അത് നമ്മൾ വെട്ടുമ്പോൾ ഒരു 2 ഇഞ്ച് അകത്തേക്ക് വെച്ച് ചെരിച്ച് വെട്ടണം. ഇതൊരു സാരിയുടെ കട്ട് പീസ് ബാക്കി മുറിച്ചെടുത്തതിൻ്റെ തുണിയാണ്. ഞാനിത് നിങ്ങൾക്കൊന്ന് പഠിക്കാനും ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിക്കാനും വേണ്ടിയാണ്. ഇത് നല്ല തുണിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പഴയ തുണിയിലൊക്കെ വെട്ടി പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പല പ്രാവശ്യം ഇങ്ങനെ പഴയ തുണിയിലൊക്കെ വെട്ടിയിട്ട് നിങ്ങൾ പുത്തൻ തുണി വാങ്ങിച്ച് അതിലൊന്ന് വെട്ടി പഠിക്കണം കേട്ടോ. നമ്മളത് ആ സൈഡ് വശമൊക്കെ ചെരിച്ച് വെട്ടി എടുത്തിട്ട് വേണം നമ്മളത്. ആദ്യം ഇതൊന്ന് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പോക്കറ്റ് വെക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊന്ന് അഡീഷണൽ ഒന്ന് പഠിക്കാൻ. ബാക്കിയൊക്കെ നമ്മൾ പാൻറ്റ് വെട്ടുന്നത് പോലെ തന്നെയാണ്. പിന്നെ കൊച്ചായതുകൊണ്ട് അതിൻ്റെ അളവിന് അനുസരിച്ച് നമ്മൾ ചെറുതായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്കിത് എങ്ങനെയാണ്, ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നി ഇത് എങ്ങനെയാണ് ഇത് വെക്കുന്നത്. പക്ഷേ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം ഇതെങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്. പോക്കറ്റ് വെക്കുന്ന സ്ഥലമൊക്കെ കറക്റ്റ് ഇത് പോക്കറ്റിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ ഈ വെട്ടി കാണിക്കുന്നത്. അതുപോലെ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ച് അകത്തേക്കൊന്ന് വരയ്ക്കുക, ഒന്ന് ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് ആ വഴി താഴേക്ക് നമ്മൾ വെട്ടുക. അതിന് ഒത്തിരി ഒരു പോക്കറ്റിനുള്ള വലിപ്പം അത്രയും അകലം മതി. എന്നിട്ട് അവിടെ നമ്മൾ പോക്കറ്റ് അകത്തേക്ക് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം മറിച്ചടിക്കുകയാണ്. അത് ഞാൻ കാണിക്കാം എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന്. ഇത് തുണി കംപ്ലീറ്റ് വെട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടും ഇത് എങ്ങനെയാണ് ഇത് വെട്ടുന്നതെന്നും ഇത് തയ്ക്കുന്നതെന്നും ഒക്കെ. എളുപ്പമാണ്, പക്ഷേ ഇത് പോക്കറ്റ് വെക്കുന്നതേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഇനി അത് തയ്ക്കുന്നതും അത് പോക്കറ്റ് പിടിപ്പിക്കുന്നതുമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. നിങ്ങളത് കിട്ടണമെങ്കിൽ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഞാനത് ശരിയാക്കി പറഞ്ഞു തരാവേ. അപ്പം നമ്മൾ പാൻറ്റിൻ്റെ എല്ലാ ഭാഗവും വെട്ടിയെടുത്തു. ഇനി ഞാനിത് 2 പീസ് ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് നമ്മൾ പോക്കറ്റ് വെക്കുന്നതിൻ്റെ ഭാഗവും ഒക്കെ കാണിച്ചു തരാം. അത് ഞാൻ ഒന്ന് നിവർത്ത് മടക്കിയിട്ട് കാണിക്കാവേ. ഇപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ പോക്കറ്റ് വെട്ടുന്ന ഭാഗം. നമ്മൾ ഇതുപോലെ 2 പീസ് നമ്മൾ ഒരു സൈഡിലെ പോക്കറ്റിന് വെട്ടി വെക്കണം. അത് 3 വശവും അടിക്കണം. അതുപോലെ തന്നെ കണ്ടോ ഇവിടെ ഇതുപോലെ വെച്ചിട്ട് ഇനി മറ്റേ ഒരു പീസില്ലേ, 2 കുഞ്ഞു പിള്ളേരുടെ ആയതുകൊണ്ട് 2 സൈഡിൽ നമുക്ക് പോക്കറ്റ് പിടിപ്പിക്കാവേ. മറ്റേ സൈഡിൽ പോക്കറ്റ് പിടിപ്പിക്കുന്ന വിധവും ഞാൻ കാണിച്ചു തരാം തയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന്. ഈ 2 പീസും കൂടെ നമ്മൾ വെട്ടിയതിന് ശേഷം ഒന്നിച്ച് വെച്ച് കാണിക്കുവാണ്. ഈ ഒന്നിച്ച് വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെങ്ങനെയാണ് ഇത് പാൻറ്റൊക്കെ ആകുന്നതെന്ന്. അപ്പോൾ ഇതൊന്നിച്ച് വെച്ച് തയ്ച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഈ പാൻറ്റ് എന്നെ വെട്ടിയിരിക്കുന്നത്. ഇതുപോലെ 2 സൈഡിലും പോക്കറ്റിനുള്ള സ്ഥലമാണ് നമ്മളായിട്ടിരിക്കുന്നത്. ആ പോക്കറ്റ് നമ്മൾ 2 സൈഡിൽ കുഞ്ഞു പിള്ളേർക്കായതുകൊണ്ട് 2 സൈഡിലും ഞാൻ പോക്കറ്റൊക്കെ വെച്ച് തയ്ച്ചു. ഒരു സൈഡിൽ വെച്ച് കാണിച്ചാലും മതി. തയ്യലിൻ്റെ ചെറിയ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നേരം കിട്ടുമ്പോൾ നിങ്ങളതൊന്ന് കയറി കാണണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്.